ഹായ് ഓൾ, വെൽക്കം ടു യെറ്റ് അനദർ ഇംഗ്ലീഷ് ക്ലാസ് ഓഫ് ലീഡ്സ് അക്കാദമി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്ക് ആന്റണിയുടെ സ്പീച്ചായ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ ആണ് പഠിച്ചിരുന്നത്. അതിന്റെ രണ്ട് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ്. നമുക്ക് പോയാലോ? കഴിഞ്ഞ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് തേർഡ് പാർട്ടിലേക്ക് വരാം. ലെറ്റ്സ് സ്റ്റാർട്ട്. You all did see that on the Lupercal I thrice presented him the kingly crown, which he did thrice refuse. Was this ambition? Yet Brutus says he was ambitious, and sure he is an honorable man. I speak not to disapprove what Brutus spoke, but here I am to speak what I do know. Okay, so you all did see that on the Lupercal. Lupercal is the festival of Rome. So that is an ancient festival of Roma that is celebrating on 15th February to honor Lupercus. അപ്പോൾ ആൻഷ്യൻ്റ് റോമിലെ ഒരു ഫെസ്റ്റിവലാണ് ലൂപ്പക്കോൾ എന്ന് പറയുന്നത്. അത് 15th ഫെബ്രുവരിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുക. ലൂപ്പർക്കസ് എന്ന് പറയുന്ന ഗോഡിനെ ഓർത്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. നമ്മളിവിടെ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫെസ്റ്റിവലാണ് ലൂപ്പർക്കസ് എന്ന് പറയുന്നത്, ലൂപ്പർക്കോൾ എന്ന് പറയുന്നത്. സോ ഓൺ ദാറ്റ് ലൂപ്പർക്കോൾ ഫെസ്റ്റിവൽ ഐ ത്രൈസ് പ്രസന്റഡ് ദ കിങ്ലി ക്രൗൺ. ഓക്കെ, ആ ലൂപ്പർക്കോൾ ഫെസ്റ്റിവലിൽ ആൾക്കാർ, ജനങ്ങളും സെനറ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ചടങ്ങിൽ വെച്ചിട്ട് മാർക്ക് ആന്റണി ഇദ്ദേഹത്തിന് കിങ്ലി ക്രൗൺ, അദ്ദേഹത്തിന് ആ റോമിന്റെ ചക്രവർത്തിയായി രാജാവായിട്ട് അവരോധിച്ചുകൊണ്ട് ക്രൗൺ കൊടുത്തു. ക്രൗൺ എന്ന് പറയാലോ, കിരീടം കൊടുത്തു. അത് കിരീടം അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തു. പക്ഷേ ഇദ്ദേഹം ഇത് റിഫ്യൂസ് ചെയ്ത് പറഞ്ഞു ഞാനിതിന് യോഗ്യനല്ല, സോ അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് റിഫ്യൂസ് ചെയ്തു. ഒരു പ്രാവശ്യമല്ല, 3 തവണ ഇദ്ദേഹം കൊടുത്തു, ഇദ്ദേഹം റിഫ്യൂസ് ചെയ്തു. അങ്ങനെ 3 പ്രാവശ്യം ഇത് സംഭവിച്ചു. അതാണ് he presented the kingly crown which he did thrice refuse. He refused thrice. 3 തവണ ഇത് റിഫ്യൂസ് ചെയ്തു. And was this ambition? Okay, that is a question to the people of Rome. Was this ambition? So again, this is a rhetorical question. So that is a thought-provoking question to the people of Rome. അദ്ദേഹം പറഞ്ഞു, was this ambition? ഇത് ambition ആണോ? Yet Brutus says he was ambitious. എന്നിട്ടും ബ്രൂട്ടസ് പറഞ്ഞു അത് ambitious ആണ്. And sure he is an honorable man. പക്ഷേ അദ്ദേഹം സത്യമായിട്ടും ആരാണ്? ഒരു ശ്രേഷ്ഠനായ മനുഷ്യനാണ്, മഹാനായ മനുഷ്യനാണ്. I speak not to disapprove what Brutus spoke. ഞാൻ ബ്രൂട്ടസ് സംസാരിച്ചതിന് എതിർത്ത് പറയാനല്ല. കാരണം ഇദ്ദേഹത്തിന്റെ സ്പീച്ചിന് മുമ്പ് സംസാരിച്ച ആരാണ്? ബ്രൂട്ടസ് ആണ്. അപ്പോൾ ബ്രൂട്ടസ് സംസാരിച്ച് എതിർത്ത് പറയാനായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ബട്ട് I am to speak what I do know. പക്ഷെ ഞാനിവിടെ എനിക്കെന്തറിയാം ജൂലിയസ് സീസറിനെ കുറിച്ച്, അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ സീ ദ എക്സ്പ്ലനേഷൻ. During Lupercal festival, Caesar was offered the crown 3 times, but refused each time. 3 തവണ കൊടുത്തു, 3 തവണയും അത് നിരാകരിച്ചു. Antony is not here to challenge Brutus' statement, but to speak about his friend Caesar. അപ്പോൾ ആന്റണി ഒരിക്കലും ബ്രൂട്ടസ് സംസാരിച്ചതിനെ ചലഞ്ച് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് എന്തറിയാം, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ജൂലിയസ് സീസറിനെ കുറിച്ച് എനിക്ക് എന്തറിയാം, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. സോ ദിസ് ഈസ് ദ തേർഡ് പാർട്ട്. പെർഫെക്റ്റ് അല്ലേ? വി ക്യാൻ മൂവ് ടു ദ ലാസ്റ്റ് പാർട്ട്. You all did love him once, not without cause. What cause withhold you then to mourn for him? O judgment, thou art fled to the brutish beast, and men have lost their reason. Bear with me, my heart is in the coffin there with Caesar, and I must pause till it come back to me. Okay, so this is the conclusion part. പക്ഷേ നമുക്ക് ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തിൽ പറയുന്ന സ്പീച്ചിന്റെ കൺക്ലൂഷൻ ഇതല്ല, ഇതിനി കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ പാർട്ടായിട്ടാണ് ഇത് വരുന്നത്. You all love him once, not without cause. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഒരിക്കൽ സ്നേഹിച്ചിരുന്നു. വിത്തൗട്ട് എനി കോസ്, ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തെ വെറുക്കുന്നു.
വാട്ട് കോസ് വിത്ത്ഹോൾഡ് യു ദെൻ ടു മോൺ ഫോർ ഹിം. ഓക്കെ, വാട്ട് കോസ്, എന്ത് കാരണമാണ്? മോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഓക്കെ, മോൺ മീൻസ് സോ കരയുക. അദ്ദേഹത്തിന് വേണ്ടി കരയാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എന്താണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്? സോ ദിസ് ഈസ് ഓൾസോ എ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. ഇതും റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഹി ഈസ് ആസ്കിംഗ് ടു ദ പീപ്പിൾ ഓഫ് റോം. സോ വാട്ട് കോസ് വിത്ത്ഹോൾഡ് യു ദെൻ ടു മോൺ ഫോർ ഹിം? ഓ judgment. So that is the main reason behind that is judgment. Whose judgment? Brutus' judgment. And that what is the judgment? Julius Caesar is ambitious. Okay. അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ നിങ്ങൾ, ആ ഒരു ന്യായവിധി, ആ ഒരു ഇതിൽ തീർപ്പിൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് ചലിച്ചുപോയി. അതുവരെ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ജൂലിയസ് സീസറിനെ നിങ്ങൾ മറന്നുപോയി. ദോ ആർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, ദോ എന്ന് പറഞ്ഞാൽ യു ആണ്, ആർട്ട് എന്ന് പറഞ്ഞാൽ ആറാണ്. ആൻഡ് ഫ്ലെഡ് ടു ദ ബ്രൂട്ടീഷ് ബീസ്റ്റ്. ബ്രൂട്ടീഷ് ബീസ്റ്റ് മീൻസ് ക്രൂവൽ ആനിമൽസ് ആണ്. സോ ദോ ആർട്ട് ഫ്ലെഡ് ടു ദ ബ്രിട്ടീഷ് ബീസ്റ്റ് ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ. ആൻഡ് ഹി സേയിങ് ടു ദ പീപ്പിൾ ഓഫ് റോം, സോ യു ബിക്കേം എ ബ്രൂട്ടീഷ് ബീസ്റ്റ്. ബ്രൂട്ടീഷ് ബീസ്റ്റ് മീൻസ് ക്രൂവൽ ആനിമൽസ്. നിങ്ങളെ ഹൃദയം ക്രൂവൽ ആനിമൽസിനെ പോലെ ആയിരിക്കുന്നു. സോ അതുകൊണ്ടാണ് ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്ത ജൂലിയസ് സീസറിനെ നിങ്ങൾ മറന്ന് അദ്ദേഹത്തെ വെറുത്തത്. ഒരിക്കൽ നിങ്ങൾ സ്നേഹിച്ചിരുന്നു, പക്ഷെ ഇന്ന് അദ്ദേഹത്തെ വെറുക്കുന്നു. അതിന് കാരണം എന്താണ്? ജഡ്ജ്മെന്റ്. ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ ആൻഡ് ദേ ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ. അവരുടെ റീസൺ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഒരാൾ പറഞ്ഞു, നിങ്ങൾ അത് കേട്ടു, അതനുസരിച്ചു. Bear with me, stay with me, and my heart is in the coffin there with Caesar. സോ എൻ്റെ ഹൃദയം എവിടെയാണുള്ളത്? സോ ആ കൊഫിനിൽ, ആ കിടക്കുന്ന ജൂലിയസ് സീസറിന്റെ കൊഫിനിൽ അദ്ദേഹത്തിനോടൊപ്പമാണ് എൻ്റെ ഹൃദയവും. ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ കം ബാക്ക് ടു മീ. ഐ വിൽ പോസ്, ഞാനിവിടെ നിർത്തും. എന്തിന്? ദാറ്റ് ഹേർട്ട് കം ബാക്ക് ടു മീ, എന്നിലേക്ക് തിരിച്ചു വരുന്നത് വരെ. ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. സോ ദിസ് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് മാർക്ക് ആന്റണി സ്പീച്ച്. നോട്ട് ദ റിയൽ കൺക്ലൂഷൻ. നമുക്ക് പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. കാരണം ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തിൽ ഇനിയുമുണ്ട് മാർക്ക് ആന്റണി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് അവസാനമാണ് ശരിക്കും ജനങ്ങൾ കോൺസ്പിറേറ്റേഴ്സിനെതിരായിട്ട് തിരിയുന്നത്. സോ ദിസ് ഈസ് എ എക്സ്പ്ലനേഷൻ. മാർക്ക് ആന്റണി എക്സ്പ്രസ് ഹിസ് ഗ്രീഫ് ഫോർ സീസർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കടം പറയാണ്. saying that people have lost their sense and became cruel. So people have become cruel. അവരുടെ സെൻസ് നഷ്ടപ്പെട്ടവര് ക്രൂവലായി മാറിയിരിക്കുന്നു. He requests a moment to grieve. അവരോട് പറയാണ്, ഒരു നിമിഷം നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് കരയൂ. As Caesar heart is in the coffin with him. കാരണം അദ്ദേഹത്തിന്റെ ഹൃദയം സീസറിനോടൊപ്പമാണ്. ആന്റണി ഈസ് ഓവർവെൽംഡ്. അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ ഗ്രീഫിനെ, സങ്കടത്തെ. ആൻഡ് ഹി നീഡ് എ മൊമെന്റ് ടു റിക്കവർ. അദ്ദേഹത്തിന് ഒരു മൊമെന്റ് റിക്കവർ ചെയ്യാൻ, ഒന്ന് പോസ് ചെയ്യുക, ഞാനൊന്ന് റിക്കവർ ചെയ്തോട്ടെ. He pauses his speech until the Caesar heart returns to him. അപ്പോൾ he pauses his speech until his Caesar's heart returned to him. അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഞാൻ ഈ സ്പീച്ച് ഇവിടെ ഒന്ന് പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ അനന്തരഫലം നമുക്കറിയാം. സോ ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തിൽ ഇതിന് ശേഷം ജനങ്ങൾ ആയുധമെടുക്കുന്നു. ജനങ്ങൾ കോൺസ്പിറേറ്റേഴ്സിനെ വളരെ ആൾക്കാരെയും ഓടിച്ചിട്ട് കൊല്ലുന്നു. അതിനുശേഷം യുദ്ധമുണ്ടാകുന്നു. യുദ്ധത്തിന് അവസാനം ബ്രൂട്ടസ് എന്ന് പറയുന്ന കോൺസ്പിറേറ്റേഴ്സിൻ്റെ ലീഡറായ ബ്രൂട്ടസ് ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ഒരു നാടകം അവസാനിക്കുന്നത്. അപ്പോൾ സോ ദിസ് ഈസ് ദ സ്പീച്ച് ഓഫ് മാർക്ക് ആന്റണി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടിലേക്ക് വരാം. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ഹിയർ. ഏതൊക്കെ പോയറ്റിക് ഡിവൈസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റഫറാണ്. സോ വാട്ട് ഈസ് എ മെറ്റഫർ? മെറ്റഫർ ഈസ് യൂസിങ് ഫോർ കമ്പാരിസൺ ആണ്. നമ്മൾക്കറിയാം കമ്പാരിസന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ആസ് ഓർ ലൈക്ക് ഇല്ലാതെ കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെറ്റഫർ. ഇതിലെ മെറ്റഫർ എന്ന് പറയുന്നത് അംബീഷൻ ഈസ് മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ് ആണ്. അംബീഷൻ ഈസ് മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ്. ദെൻ നെക്സ്റ്റ് അലിട്രേഷൻ ആണ്. അലിട്രേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഒരു ലൈനിൽ തന്നെ അടുത്തടുത്തായി കൺസണന്റ് സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഒന്ന് ഫ്രണ്ട്സ് ഫെയ്ത്ത്ഫുൾ എന്നുള്ളതാണ്. ദെൻ ബ്രൂട്ടീഷ് ബീസ്റ്റ് ആണ്.
then sternest of ആണ്. ഓക്കെ, ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അലിട്രേഷൻസ്. ദെൻ അയറണി. അയറണി എന്ന് പറയുന്നത് നമ്മളൊരു ക്രിറ്റിസിസത്തിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തെ കളിയാക്കിക്കൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അയറണി എന്ന് പറയുന്നത്. അപ്പോൾ അയറണി എന്ന് പറയുന്നത് ശരിക്കും ഉദ്ദേശിച്ചതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം, the noble Brutus. Brutus is an honorable man. So these are the irony in it. Then next hyperbole ആണ്. Hyperbole is using for exaggeration. Okay, ഒന്ന് പൊലിപ്പിച്ച് പറയാൻ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ തള്ളുക. So hyperbole is using for exaggeration. അപ്പോൾ ഇതിൽ കുറച്ച് എക്സാഗ്രേഷൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന രണ്ടെണ്ണമാണുള്ളത്. My heart is in the coffin there with Caesar. എൻ്റെ ഹൃദയം ഇന്ന് സീസറിന്റെ ഒപ്പമാണെന്ന് പറഞ്ഞത് ഒരു എക്സാഗ്രേഷൻ ആണെന്ന് ഒന്ന് പൊലിപ്പിച്ച് പറഞ്ഞാണ്. When the poor people have Caesar hath wept. So that is also an exaggeration, hyperbole. Then rhetorical questions. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് വാട്ട് ഈസ് rhetorical questions. 3 rhetorical questions ആണ് ഇതിലുള്ളത്. ഒന്ന്, did this in Caesar seem ambition? Then was this ambition? What cause withhold you then to mourn for him? So these are the rhetorical questions. Then last, repetition. ഏറ്റവും കൂടുതൽ ഇതിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. At Brutus says he was ambitious. Brutus is an honorable man. ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്രിസിയേഷൻ ആയിട്ട് ചോദിച്ചാൽ നമുക്കറിയാം ഒരു സ്റ്റാൻസ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പാർട്ടായിരിക്കും തരിക. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ അപ്രിസിയേഷൻ ആയിട്ട് എഴുതേണ്ടത്. അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് ഇൻട്രഡക്ഷൻ പാർട്ട് നമ്മൾ പഠിച്ചതാണ്. പോയറ്റിനെ കുറിച്ച് എഴുതണം, തീം എഴുതണം, ടൈപ്പ് എഴുതണം, about the poem. So that is the first paragraph. Then second and third explanation of the stanza. Then last part is the poetic device used in it. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകൾ ഏതാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ആ ലൈനിൽ തന്നിട്ടുള്ളത് മാത്രം എഴുതിയാൽ മതി, എല്ലാം നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ആ ലൈനിൽ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ അപ്രിസിയേഷൻ എഴുതേണ്ടത്. മിനിമം 4 പാരഗ്രാഫ് അല്ലെങ്കിൽ 5 പാരഗ്രാഫ് ആയിട്ട് എഴുതുക. 5 മാർക്കാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഓണപരീക്ഷയ്ക്ക് നമുക്ക് 2 വരുന്നുള്ളൂ, അതിലൊന്ന് ഇതാണ്. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്കാണ് വരുന്നത്. സോ ഇൻ ദ എൻഡ് മാർക്ക് ആൻ്റണീസ് സ്പീച്ച് മേക്സ് ദ ക്രൗഡ് ടേൺ അഗൈൻസ്റ്റ് ദ കോൺസ്പിറേറ്റേഴ്സ്. ഓൾറെഡി പറഞ്ഞതാണ്, ഈ സ്പീച്ചിൻ്റെ അവസാനം ജനങ്ങളെല്ലാം കോൺസ്പിറേറ്റേഴ്സിനെതിരായിട്ട് തിരിയും. ഹി സ്മാർട്ട് യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് ഇമോഷൻസ് സോ ഹൗ സ്പീച്ചസ് ക്യാൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂസ് ഓഫ് വേർഡ്സ്, ഇമോഷൻസ്, നമ്മൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉണ്ട് എത്ര ഇമോഷനിലൂടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ ഇമോഷൻ കൃത്യമായിട്ട് അദ്ദേഹം കൺവേ ചെയ്തുകൊണ്ട് തന്നെയാണ് ജനങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞത്. അപ്പോൾ ഹിസ് ഇമോഷൻസ് ഷോ ഹൗ സ്പീച്ച് ക്യാൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ. എങ്ങനെ അത് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞു. ദെൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഇമോഷണൽ സ്പീച്ച് ഇൻ ഷേക്സ്പിയർസ് പ്ലേ. ഷേക്സ്പിയർ പ്ലേയിലെ ഏറ്റവും ഇമോഷണലായ, ഏറ്റവും പവർഫുള്ളായ സ്പീച്ചുകളിൽ ഒന്നാണ് മാർക്ക് ആൻ്റണിയുടെ സ്പീച്ച്. ഓക്കെ, സോ വി ആർ കൺക്ലൂഡിങ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്പീച്ചാണിത്, പോയറ്റിക്കൽ സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ളതിൽ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസണുമായിട്ട് കാണാം. See you. Bye.